പക്ഷേ ഇതങ്ങനെയല്ല. കള്ളവോട്ട് തടയാൻ ശ്രമിച്ച UDFന്റെ ബൂത്ത് ഏജന്റിന് നേരെ ആക്രമണമുണ്ടായി എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കോഴിക്കോട് വാണിമേൽ നെടുമ്പറമ്പ് LP സ്കൂൾ UDF ഏജന്റ് കിഴക്കയിൽ ജിജിന സുരേഷിനാണ് മർദ്ദനമേറ്റത്. കുറേ കള്ളവോട്ട് ഞങ്ങൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം തന്നെ പറഞ്ഞു, നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് അവരന്നേരെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അവർ കുറേ ലേറ്റ് ആയിക്കും ഞങ്ങൾ ബൂത്തിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ. അതുവരെ അവരവിടെ കാത്തു നിന്നിട്ട് ഒരു പെണ്ണുങ്ങളൊരു കയ്യിലൊരു എന്തോ ഒരു വടിയോ കഷ്ണം എന്തോ ഒരു സാധനം കൊണ്ട് വന്നിട്ട് എൻ്റെ തലക്ക് അടിച്ചത്. ആദ്യം കൂട്ടാക്രമണേനും എവിടെയെല്ലാം അടി കിട്ടിയെന്നറിയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ആക്രമണേനും ആണുങ്ങളും പെണ്ണുങ്ങളും. ഞാനൊരു വീട്ടിൽ ഓടി കയറുന്ന വരെ എൻ്റെ പിറകെ വന്നിട്ട് അടിച്ചിന് അവർ. UDF ബൂത്ത് ഏജന്റിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതായത് കള്ളവോട്ട് കുറെ അവർ തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, തന്നോട് ഇങ്ങനെ ഭീഷണി മുഴക്കിയിരുന്നു. അതിനുശേഷം ഇത് കഴിഞ്ഞപ്പോൾ ആക്രമിച്ചു എന്നുള്ളതാണ് പരാതി. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി. അഞ്ജന, ഈ സ്കൂളിൽ ഇങ്ങനെ ഈ കള്ളവോട്ട് ചലഞ്ച് ചെയ്യുന്ന തരത്തിലുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴായിരുന്നു ഇവർക്ക് നേരെ ഈ ആക്രമണം ഉണ്ടായത്? പോളിംഗ് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ ബൂത്ത് ഏജന്റിന് നേരെ ആക്രമണം ഉണ്ടായത്. നാദാപുരം മണ്ഡലത്തിലാണ് സംഭവം. നാദാപുരത്തെ വാണിമേൽ നെടുമ്പറമ്പ് LP സ്കൂളിലെ UDF ബൂത്ത് ഏജന്റായ ജിജിന സുരേഷിനെയാണ് ഇത്തരത്തിൽ ആക്രമിച്ചിരിക്കുന്നത്. ഇത് പലതവണ LDFന്റെ പ്രവർത്തകർ ഇത്തരത്തിൽ കള്ളവോട്ടിനുള്ള ശ്രമം നടത്തി പല വോട്ടർമാരെയും ഉപയോഗിച്ച് ചലഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പോളിംഗ് കഴിഞ്ഞ് ബൂത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാവുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു സ്ത്രീ പുറകിൽ നിന്ന് തലയ്ക്ക് കമ്പോ വടിയോ എന്തോ എടുത്ത് അടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഒരു കൂട്ടം ആളുകൾ കൂട്ടം ചേർന്ന് ഇവരെ ആക്രമിച്ചു. പ്രാണരക്ഷാർത്ഥം വീട് ഓടി അടുത്തുള്ളൊരു വീട്ടിലേക്ക് കയറുകയായിരുന്നു എന്നുള്ളതാണ് ജിജിന പറയുന്നത്. ഏതായാലും ജിജിനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. കണ്ണിന് താഴെയാണ് പരിക്കേറ്റുള്ളത്. ഇവരെ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന്റെ തന്നെ സ്ഥാനാർത്ഥിയായിരുന്നു നാദാപുരത്ത് ജിജിന. ഏതായാലും വളരെ അപകടപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അവരിപ്പോൾ ആശുപത്രിയിലാണ്. തലയ്ക്ക് കാര്യമായിട്ട് പരിക്കൊന്നും വെച്ചിട്ടില്ല. കണ്ണിന് താഴെയാണ് പരിക്കേറ്റുള്ളത്. എന്നാൽ ആ സമയത്ത് അവിടെ പോലീസോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ജിജിന പറയുന്നത്.